അയോധ്യ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിതതു മുതൽ ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കമാണെന്നാണ് ചില കോണുകളിൽ നിന്ന് ഉയരുന്ന വാദം. എന്നാൽ അത് സത്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇവിടെ നിരീക്ഷിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്: അയോധ്യ, ബാബരി മസ്ജിദ്, സീറോ മലബാർ സഭ. ഒരിക്കൽ പള്ളി പൊളിച്ച് അവിടെ അത്യാഡംബരത്തിലുള്ള ഒരു ക്ഷേത്രം പണിതു. പിന്നീട് പള്ളിയുടെ പ്രശ്നം നീക്കാൻ അവിടെ ഒരു പള്ളി പണിയുവാനുള്ള അനുമതി നൽകി. അങ്ങനെ ബാബരി മസ്ജിദ് പണിയുകയാണ് അടുത്ത ലക്ഷ്യം. എന്നാൽ ഈ ബാബരി മസ്ജിദ് ബി.ജെ.പി സർക്കാർ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വഴിതെളിക്കുകയാണെന്ന് വേണം പറയാൻ. കാരണം ബി.ജെ.പി ഭാരതം പിടിച്ചടക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില പ്രസ്താവനകളും പ്രതികരണങ്ങളും ഒന്ന് പരിശോധിക്കാം. ചുരുക്കം ചിലത് മാത്രം. ഉദാഹരണത്തിന്, ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ അതിയായ സന്തോഷത്തിലാണ് പാണക്കാട് ശിഹാബ് തങ്ങൾ. ബാബരി മസ്ജിദ് കെട്ടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാമക്ഷേത്രം അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് രാമനോട് ദേഷ്യമില്ലെങ്കിൽ പോലും രാഷ്ട്രീയ നീക്കങ്ങളോട് അദ്ദേഹത്തിന് വേർതിരിപ്പ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ രാമനെയും ബി.ജെ.പിയെയും രണ്ടായി കണ്ടുകൊണ്ടുള്ള പ്രതികരണം നടത്തിയതും. രാമൻ ഓക്കെയാണ്, പക്ഷേ രാമന്റെ ഇടയിൽ നടക്കുന്ന ബി.ജെ.പി രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. ഇതൊക്കെയാണ് ഇവരുടെ ചില നിലപാട് എങ്കിൽ ചിലർക്ക് അയോധ്യയോടും ബി.ജെ.പിയോടും കടുത്ത വിമർശനം തന്നെയാണ് ഉള്ളതും. അതുകൊണ്ട് തന്നെ തങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത നേതാക്കന്മാരും ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഒന്നോർത്താൽ ശിഹാബ് തങ്ങൾ പറഞ്ഞത് ശരിയാണ്. മതേതര രാജ്യത്തിൽ ഇത്തരമൊരു സംഭവങ്ങൾ അനിവാര്യമാണ്. പക്ഷേ എല്ലാ വിശ്വാസികൾക്കും ഒരുപോലെ അവകാശം കിട്ടണമെന്ന് മാത്രമല്ല, രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ ഒരു അടിച്ചമർത്തലുകൾ ഇവിടെ നടത്തേണ്ടി വരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ബി.ജെ.പിയുടെ ബീഫ് നിരോധനം. ബീഫ് കഴിച്ചതിന്റെ പേരിൽ ജീവൻ പൊലിഞ്ഞവരുമുണ്ട്. വിശ്വാസത്തിന്റെ അന്ധതയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ നിയമം പലർക്കും തിരിച്ചടിയാകും എന്നുള്ളതും സത്യമായ കാര്യം തന്നെയാണ്. ഇനി അടുത്തതിലേക്ക് പോകാം. സീറോ മലബാർ സഭ. കേരളം ഒരിടയ്ക്ക് ഉറ്റുനോക്കിയത് ക്രൈസ്തവർ ബി.ജെ.പിയിൽ വീഴുമോ എന്നായിരുന്നു. കാരണം വേറൊന്നുമല്ല, റബ്ബർ വിലയിലെ പ്രതിസന്ധികൾ തന്നെയായിരുന്നു അതിന് കാരണം. അന്ന് മാധ്യമങ്ങൾക്കിടയിൽ മിന്നും താരമായി മാറിയത് മാർ ജോസഫ് പാംപ്ലാനിയാണ്. എന്നാൽ പാവങ്ങൾക്ക് എന്ത് രാഷ്ട്രീയം? അന്ന് ബി.ജെ.പിയുടെ ഒരു മികച്ച മുന്നേറ്റവും നടന്നിരുന്നു. ബി.ജെ.പിക്ക് വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇതൊക്കെ മുതലെടുത്ത ബി.ജെ.പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പുരോഹിതന്മാരെ കാണുകയും അവർക്ക് വാഗ്ദാനങ്ങൾ ചെയ്ത് മടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിൽ എല്ലാം തന്നെ കോൺഗ്രസ് ഒട്ടും തന്നെ പുറകോട്ടല്ല. രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ഇവർ നടത്തുന്ന സഹായങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും എല്ലാ പാർട്ടിയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് എത്രമാത്രം പ്രയോജനമാകുമെന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് പോകാം. മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ പിന്നെ ക്രൈസ്തവർ, ഇനി മോദിയും ക്രൈസ്തവ ജനങ്ങളും. ഇക്കാര്യം ഏറ്റവും കൂടുതൽ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ നടുവിലാണ്. കനത്ത പോരാട്ടം നടക്കുമ്പോഴും മോദി നിന്നത് ഇസ്രായേൽ ജനങ്ങളോടൊപ്പമായിരുന്നു. അത് മാത്രമല്ല, ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് അദ്ദേഹം എക്സ്പോസിൽ ഒരു കുറിപ്പും ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹമാസിനോട് എന്തായിരുന്നു എന്ന്. കേരളത്തിൽ ഹമാസിനെ ചൊല്ലി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം നടത്തുമ്പോൾ മോദി നിന്നത് ക്രൈസ്തവർക്കൊപ്പം തന്നെയാണ്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ മോദി മാജിക്കാണ്. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പാർലമെന്റ് ഹൗസിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ കൂടിക്കാഴ്ച നടത്തിയതും. സീറോ മലബാർ സഭയുടെ നേതൃസ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി ന്യൂഡൽഹിയിൽ എത്തിയ അവസരത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനവും ചർച്ചയായി. 2024 മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുമെന്നും കേന്ദ്ര സർക്കാർ അതിനായുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം മോദിയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നതിൽ സംശയമില്ല. എന്നാൽ ബി.ജെ.പി പറയുന്നത് നേരെ തിരിച്ചാണ്. ചില കാര്യങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ പോകുകയും വിളക്കുകൾ കത്തിക്കുകയും രാമനാമം ജപിക്കുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന കാര്യമാണ്. CPM-ഉം മുസ്ലിം സംഘടനകളും അതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കിയിരിക്കുന്നു എന്നാണ് ബി.ജെ.പി പറയുന്നത്. എന്തായാലും മോദിക്ക് മതേതരത്വമില്ലാതെ എല്ലാവരെയും ഒരു വോട്ട് കഷ്ണങ്ങളാക്കി മാറ്റുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും മോദി ഇപ്പോൾ അനുകൂലിച്ചു നിൽക്കുന്നത്.